ഓം ശാന്തി 12/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ പഠിപ്പിക്കുന്ന ഈ പഠിപ്പിൽ അളവറ്റ സമ്പാദ്യമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കൂ. ബന്ധം ഒരിക്കലും മുറിയരുത്. ചോദ്യം: വിനാശകാലെ വിപരീത ബുദ്ധി ഉള്ളവർക്ക് നിങ്ങളുടെ ഏത് കാര്യത്തിൽ ചിരി വരും? ഉത്തരം: ഇപ്പോൾ വിനാശകാലമാണെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരും. നിങ്ങൾക്കറിയാം, ബാബ ഇവിടെ തന്നെ ഇരിക്കില്ല. ബാബയുടെ കർത്തവ്യമാണ് പാവനമാക്കുക എന്നുള്ളത്. പാവനമായി കഴിഞ്ഞാൽ ഈ പഴയ ലോകം നശിക്കും, പുതിയത് വരും. വിനാശത്തിന് വേണ്ടിയാണ് ഈ യുദ്ധമെല്ലാം. നിങ്ങൾ ദേവതയായി കഴിഞ്ഞാൽ പിന്നീട് ഈ മോശമായ കലിയുഗി ലോകത്തിലേക്ക് വരാൻ സാധിക്കില്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ വളരെയധികം അറിവില്ലാത്തവരായി മാറി. മായാരാവണൻ അറിവില്ലാത്തവരാക്കി മാറ്റി. പുതിയ സൃഷ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരണം എന്ന കാര്യം കുട്ടികൾക്കറിയാം. 3 ചിത്രങ്ങളുണ്ട്: ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന, ശങ്കരനിലൂടെ വിനാശം. കാരണം ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ഒരാൾ തന്നെയാണ്. ആദ്യം ആരുടെ പേര് വരും? ചെയ്യുന്ന ആളുടെ. പിന്നീട് ആരിലൂടെ ചെയ്യിക്കുന്നുവോ അവരുടെ പേര്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന് പറയാറില്ലേ? ബ്രഹ്മാവിലൂടെ പുതിയ ലോകം സ്ഥാപിക്കുന്നു. ഈ കാര്യം കുട്ടികൾക്കറിയാം. നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ ലോകത്തിന്റെ പേര് തന്നെ ദേവീ ദേവതകളുടെ ലോകം എന്നാണ്. സത്യയുഗത്തിൽ ദേവീ ദേവതകളാണ് ഉള്ളത്. മറ്റാരെയും ദേവീ ദേവതകൾ എന്ന് പറയില്ല. അവിടെ മനുഷ്യരില്ല. ഒരു ദേവീ ദേവതാ ധർമ്മം മാത്രമേ ഉള്ളൂ. മറ്റൊരു ധർമ്മവും ഇല്ല. നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതി വന്നു. ശരിക്കും നമ്മൾ ദേവീ ദേവതകൾ ആയിരുന്നു. അടയാളവും ഉണ്ട്. ഇസ്ലാമികൾക്കും ബൗദ്ധികൾക്കും അവരവരുടേതായ ചിഹ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സർവധർമ്മങ്ങളും ഉണ്ട്. നമ്മുടെ ദേവതാധർമ്മം ഇല്ല. ഗീതയിൽ വലിയ വലിയ അക്ഷരങ്ങളുണ്ട്, എന്നാൽ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, വിനാശകാലെ വിപരീത ബുദ്ധി ഉള്ളവരുണ്ട്, പ്രീത ബുദ്ധി ഉള്ളവരും ഉണ്ട്. ഈ സമയത്ത് തന്നെ വിനാശം നടക്കണം. പരിവർത്തനമാകേണ്ട സമയത്ത് സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്. ബാബ നിങ്ങൾ കുട്ടികൾക്ക് തിരിച്ചു തരുന്നത് സർവ്വതും പുതിയതാണ്. ബാബ സ്വർണ പണിക്കാരനാണ്, അലക്കുകാരനാണ്, വലിയ വ്യാപാരിയുമാണ്. ബാബയുമായി വ്യാപാരം നടത്തുന്നവർ വിരളം പേരാണ്. ഈ വ്യാപാരത്തിൽ നിന്നും നേട്ടം കൂടുതലാണ്. പഠിപ്പിൽ നേട്ടം കൂടുതലാണ്. പഠിപ്പാണ് സമ്പാദ്യമെന്ന് മഹിമയായി പറയാറുണ്ട്. അതും ജന്മാന്തരത്തേക്കുള്ള സമ്പാദ്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ പഠിപ്പ് പഠിക്കണം. ഞാൻ വളരെ സഹജമായാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരാഴ്ച പഠിച്ചിട്ട് പിന്നെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. ഈ പഠിപ്പും നിങ്ങളുടെ അടുക്കൽ വരും, അഥവാ മുരളി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് ഒരിക്കലും ബന്ധം മുറിയില്ല. ഇത് ആത്മാക്കൾക്ക് പരമാത്മാവുമായുള്ള ബന്ധമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി വിനശന്തി, പ്രീത ബുദ്ധി
വിജയന്തി എന്ന അക്ഷരം ഗീതയിലുമുണ്ട്. ഈ സമയത്ത് മനുഷ്യർ പരസ്പരം വെട്ടിയും കൊന്നും ജീവിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യരെ പോലെ വേറെ ആരിലും ക്രോധമോ വികാരങ്ങളോ ഇല്ല. ദ്രൗപദി നിലവിളിച്ചതായി പറയുന്നുണ്ടല്ലോ. ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും ദ്രൗപദിമാരാണ്. ഭഗവാനുവാച, ബാബ പറയുന്നു, കുട്ടികളെ വികാരങ്ങളിലേക്ക് പോകരുത്. നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. വിനാശകാലമല്ലേ, ആര് പറഞ്ഞാലും കേൾക്കില്ല. യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്ര മനുഷ്യരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഒരു വിലയും ഇല്ല. വിലയുള്ളവരുണ്ടെങ്കിൽ, മഹിമയുണ്ടെങ്കിൽ അത് ദേവീ ദേവതകൾക്കാണ്. നിങ്ങളിപ്പോൾ ദേവീ ദേവതകളാകുവാനുള്ള പുരുഷാർത്ഥത്തിലാണ്. വാസ്തവത്തിൽ ദേവതകളെക്കാളും നിങ്ങളുടെ മഹിമ ഉയർന്നതാണ്. നിങ്ങളെ ഇപ്പോൾ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഠിപ്പ് എത്ര ഉയർന്നതാണ്. പഠിക്കുന്നവർ വളരെ ജന്മങ്ങൾ എടുത്ത് അന്തിമത്തിൽ തീർത്തും തമോ പ്രധാനമായവരാണ്. ഞാനാണെങ്കിൽ സദാ തന്നെ സത്തോ പ്രധാനമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ അനുസരണയുള്ള സേവകനായി വന്നിരിക്കുകയാണ്. നമ്മൾ എത്ര മോശമായി പോയി എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ബാബ തന്നെയാണ് വന്ന് മനോഹരമാക്കി മാറ്റുന്നത്. ഭഗവാനിരുന്ന് പഠിപ്പിച്ച് മനുഷ്യരെ എത്ര ഉയർന്നവരാക്കി മാറ്റുന്നു. ബാബ സ്വയം പറയുന്നു, ഞാൻ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ നിങ്ങൾ സർവരെയും തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമാക്കുന്നതിന് വേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗവാസിയാക്കി. പിന്നീട് നിങ്ങൾ എങ്ങനെ നരകവാസിയായി? ആരാണ് ആക്കി മാറ്റിയത്? വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പറയാറില്ലേ? പ്രീതബുദ്ധി വിജയന്തി. എത്രത്തോളം പ്രീതബുദ്ധി വരുന്നുവോ, അർത്ഥം വളരെ ഓർമ്മിക്കുന്നുവോ, അത്രയും നിങ്ങൾക്ക് തന്നെയാണ് നേട്ടം. യുദ്ധമൈതാനമല്ലേ. ഗീതയിൽ ഏത് യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ കൗരവ പാണ്ഡവ യുദ്ധം കാണിച്ചിരിക്കുന്നു. കൗരവ സമ്പ്രദായവും പാണ്ഡവ സമ്പ്രദായവും ഉണ്ട്. എന്നാൽ യുദ്ധമൊന്നുമില്ല. ബാബയെ അറിയുന്നവരെയും പ്രീതബുദ്ധി ഉള്ളവരെയുമാണ് പാണ്ഡവർ എന്ന് പറയുന്നത്. ബാബയോട് വിപരീത ബുദ്ധി ഉള്ളവരെയാണ് കൗരവർ എന്ന് പറയുന്നത്. വാക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സംഗമയുഗമാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, പുതിയ ലോകം സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബുദ്ധി പ്രവർത്തിപ്പിക്കണം. ഇപ്പോൾ ലോകം എത്ര വലുതാണ്. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരേയുള്ളൂ. വൃക്ഷം ചെറുതായിരിക്കും. ആ വൃക്ഷം പിന്നീട് വലുതാകുന്നു. മനുഷ്യ സൃഷ്ടിയാകുന്ന തലകീഴായ വൃക്ഷം എങ്ങനെയുള്ളതാണെന്ന് മനുഷ്യർക്കറിയില്ല. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. വൃക്ഷത്തിന്റെ ജ്ഞാനവും വേണമല്ലോ. മറ്റ് വൃക്ഷങ്ങളുടെ ജ്ഞാനം വളരെ സഹജമാണ്. പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഈ വൃക്ഷത്തിന്റെ ജ്ഞാനവും സരളമാണ്. എന്നാൽ ഇതാണ് മനുഷ്യവൃക്ഷം. മനുഷ്യർക്ക് തങ്ങളുടെ വൃക്ഷത്തെക്കുറിച്ച് അറിയില്ല. ഗോഡ് ഈസ് ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ചൈതന്യമായിരിക്കും. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരമാണ്. ബാബയിൽ എന്ത് ജ്ഞാനമാണുള്ളത് എന്ന് ആർക്കും അറിയില്ല. ബാബ തന്നെയാണ് ബീജരൂപം, ചൈതന്യം.
ബാബയിൽ നിന്നുമാണ് മുഴുവൻ രചനയും നടക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, മനുഷ്യർക്ക് തങ്ങളുടെ വൃക്ഷത്തെക്കുറിച്ച് അറിയില്ല, മറ്റു വൃക്ഷങ്ങളെക്കുറിച്ച് അറിയാം. വൃക്ഷങ്ങളുടെ വിത്തുകൾ ചൈതന്യമായിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ ആ വിത്തുകൾ ജഡമാണ്. നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് രചനയുടെയും രചയിതാവിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നത്. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരമാണ്. ചൈതന്യമാണെങ്കിലല്ലേ സംസാരിക്കുവാൻ സാധിക്കൂ. മനുഷ്യ ശരീരമാണ് ഏറ്റവും അമൂല്യമായതെന്ന് പാടുന്നുണ്ട്. ഇതിന്റെ മൂല്യം പറയുവാൻ സാധിക്കില്ല. ബാബ വന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ രൂപബസന്താണ്. ബാബയാണ് ജ്ഞാനസാഗരൻ. ബാബയിൽ നിന്നും നിങ്ങൾക്ക് രത്നങ്ങൾ ലഭിക്കുന്നു. ഈ ജ്ഞാനരത്നങ്ങളിലൂടെ നിങ്ങൾക്ക് സ്ഥൂല രത്നങ്ങൾ ലഭിക്കും. ലക്ഷ്മി നാരായണന്റെ അടുക്കൽ നോക്കൂ, എത്ര രത്നങ്ങളാണ് ഉള്ളത്. വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. പേര് തന്നെ സ്വർഗമെന്നാണ്. നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ചില ദരിദ്രർക്ക് ലോട്ടറി അടിച്ചാൽ ഭ്രാന്തരായി പോകാറുണ്ട്. ബാബയും പറയുന്നു, നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുകയാണ്. അപ്പോൾ മായ എത്രമാത്രം എതിർക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാകും, എത്രയോ നല്ല നല്ല കുട്ടികളെ മായ വിഴുങ്ങിയെന്ന്. പൂർണമായും വിഴുങ്ങിക്കളയുന്നു. തവളയെ എങ്ങനെയാണ് സർപ്പം വിഴുങ്ങുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുതല ആനയെ പിടിക്കുന്നത് പോലെ സർപ്പം തവളയെ പൂർണമായും വിഴുങ്ങിക്കളയുന്നു. മായയും അങ്ങനെയാണ് കുട്ടികളെ ജീവനോടെ വിഴുങ്ങി അവസാനിപ്പിച്ചു കളയും. പിന്നീട് ഒരിക്കലും ബാബയുടെ പേര് പോലും പറയില്ല. യോഗബലത്തിന്റെ ശക്തി നിങ്ങളിൽ വളരെ കുറവാണ്. മുഴുവൻ ആധാരവും യോഗബലമാണ്. സർപ്പം തവളയെ വിഴുങ്ങുന്നത് പോലെ നിങ്ങൾ കുട്ടികളും മുഴുവൻ ചക്രവർത്തി പദവിയെയും വിഴുങ്ങുന്നു. മുഴുവൻ വിശ്വത്തിന്റെയും ചക്രവർത്തി പദവി നിങ്ങൾ ഒരൊറ്റ സെക്കൻഡിൽ എടുക്കുന്നു. ബാബ വളരെ സഹജയുക്തിയാണ് പറഞ്ഞു തരുന്നത്. ആയുധങ്ങളൊന്നും ഇവിടെയില്ല. ബാബ ജ്ഞാനയോഗത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ തരുന്നു. അതിനെ പിന്നീട് ഭക്തർ സ്ഥൂല ആയുധങ്ങളായി കാണിച്ചിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ഈ സമയം പറയുന്നു, നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറി. എന്തു വേണമെങ്കിലും പറയാം. നമ്മൾ ഇങ്ങനെ തന്നെ ആയിരുന്നു, മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ ഗുണവും അവഗുണവും ഉണ്ടാകുമല്ലോ. ദേവതകളിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അവരുടെ മഹിമ പാടുന്നു, അങ്ങ് സർവഗുണ സമ്പന്നനാണ്. നമ്മൾ നിർഗുണർ, പരാജിതർ, ഒരു ഗുണവും ഇല്ലാത്തവർ. ഈ സമയത്ത് ലോകം മുഴുവൻ നിർഗുണന്മാരാണ് ഉള്ളത്. അഥവാ ഒരാളിൽ പോലും ദൈവിക ഗുണങ്ങൾ ഇല്ല. ഗുണങ്ങൾ പഠിപ്പിച്ചു തരുന്ന ബാബയെ അറിയില്ല. അതുകൊണ്ട് പറയുന്നു, വിനാശകാലേ വിപരീത ബുദ്ധി. സംഗമയുഗത്തിൽ വിനാശം ഉണ്ടാകണം. പഴയ ലോകം നശിക്കണം, പുതിയ ലോകം സ്ഥാപിക്കണം. ഇതിനെയാണ് വിനാശകാലം എന്ന് പറയുന്നത്. ഇതാണ് അന്തിമ വിനാശം. പിന്നീട് പകുതി കൽപ്പത്തേക്ക് യുദ്ധമൊന്നും ഉണ്ടാകില്ല. മനുഷ്യർക്ക് ഇതൊന്നും തന്നെ അറിയില്ല. വിനാശകാലേ വിപരീത ബുദ്ധികളല്ലേ. അതുകൊണ്ട് തീർച്ചയായും പഴയ ലോകം നശിക്കും. ഈ പഴയ ലോകത്തിൽ എത്ര ആപത്തുകളാണ് ഉള്ളത്. മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബ ഈ സമയത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. വ്യത്യാസം വളരെയധികമുണ്ട്.
ഇന്ന് ഭാരതത്തിന്റെ അവസ്ഥ ഇതാണ്. നാളെ ഭാരതം എന്താകും? ഇന്നിങ്ങനെയാണ്. നാളെ നിങ്ങൾ എവിടെ ആയിരിക്കും? നിങ്ങൾക്കറിയാം, ആദ്യം ഈ ലോകം എത്ര ചെറുതായിരുന്നു. അവിടെ കൊട്ടാരങ്ങളിൽ വജ്രങ്ങളും രത്നങ്ങളും ഉണ്ടായിരിക്കും. ഭക്തി മാർഗത്തിലും നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ചെറുതായിരുന്നില്ല. സോമനാഥ ക്ഷേത്രം മാത്രമല്ല ഉണ്ടായിരുന്നത്. ഒരാൾ ഉണ്ടാക്കുന്നത് കണ്ട് മറ്റുള്ളവരും ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം എത്രയധികം കൊള്ളയടിച്ചുകൊണ്ട് പോയി. പിന്നീട് അവരുടെ ഓർമ്മ ചിഹ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ചുവരിലെല്ലാം കല്ലുകൾ പതിക്കാൻ തുടങ്ങി. ഈ കല്ലുകൾക്കെല്ലാം എത്ര വിലയാണുള്ളത്? ഇത്ര ചെറിയ വജ്രങ്ങൾക്ക് പോലും എത്ര വിലയാണുള്ളത്? ബാബ, അതായത് ബ്രഹ്മ ബാബ, വജ്രവ്യാപാരി ആയിരുന്നു. ചെറിയ ഒരു തരം വജ്രമുണ്ടായിരുന്നു. 90 രൂപ വിലയുള്ള ചെറിയ വജ്രം. അതിനിപ്പോൾ ആയിരക്കണക്കിന് രൂപ വിലയുണ്ട്. ലഭിക്കാനേ ഇല്ല. മൂല്യം വളരെയധികം വർദ്ധിച്ചുപോയി. ഈ സമയത്ത് വിദേശങ്ങളിലും ധാരാളം ധനം ഉണ്ട്. എന്നാൽ സത്യയുഗത്തിനു മുന്നിൽ അതൊന്നുമല്ല. ഇപ്പോൾ ബാബ പറയുന്നു, വിനാശകാലേ വിപരീത ബുദ്ധികളാണ്. വിനാശം സമീപത്താണെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ മനുഷ്യർ ചിരിക്കും. ബാബ പറയുന്നു, ഞാനിവിടെ എത്ര നാളിരിക്കും? എനിക്കിവിടെ എന്ത് രസം ലഭിക്കാനാണ്? ഞാൻ സുഖിയുമല്ല, ദുഃഖിയുമാകുന്നില്ല. പാവനമാക്കുക എന്ന കർത്തവ്യമാണ് ഉള്ളത്. നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയായി. വീണ്ടും നിങ്ങളെ ഇങ്ങനെ ഉയർന്നവരാക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും ദേവത ആകുന്നവരാണ്. നമ്മൾ ദൈവിക കുലത്തിലെ ബന്ധുവായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. രാജധാനി ഉണ്ടായിരുന്നു. പിന്നീടിങ്ങനെ രാജധാനി നഷ്ടപ്പെടുത്തി. ശേഷം വീണ്ടും മുന്നോട്ടു വന്നു. ഇപ്പോൾ ചക്രം പൂർത്തി ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ലക്ഷക്കണക്കിന് വർഷങ്ങളൊന്നുമില്ല. ഈ യുദ്ധം വിനാശത്തിന് വേണ്ടി തന്നെയാണ്. ആ വശത്തുള്ളവർ, അതായത് യൂറോപ്പ് വാസികൾ, സുഖമായി മരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ആശുപത്രികളൊന്നും ഉണ്ടായിരിക്കില്ല. സേവനം ചെയ്യുവാനും നിലവിളിക്കുവാനും ആരും ഉണ്ടായിരിക്കില്ല. അവിടെ അത്തരമൊരു സമ്പ്രദായമേ ഇല്ല. വളരെ സഹജമായി അവർ മരിക്കും. ഇവിടെയുള്ളവർ ദുഃഖിച്ചു മരിക്കും. കാരണം നിങ്ങൾ വളരെ സുഖമനുഭവിച്ചവരാണ്. അതുകൊണ്ട് ദുഃഖവും നിങ്ങൾക്ക് കാണണം. ഇവിടെ രക്തത്തിന്റെ നദികൾ ഒഴുകും. അവർ വിചാരിക്കും, ഈ യുദ്ധമൊക്കെ വീണ്ടും ശാന്തമാകും. എന്നാൽ ശാന്തമാകില്ല. മൃഗത്തിന് പ്രാണവേദന, വേട്ടക്കാരന് ആനന്ദം. ഈ അവസ്ഥ ആയിരിക്കും. നിങ്ങൾ ദേവത ആവുകയാണ്. പിന്നീട് ഈ കലിയുഗമാകുന്ന മോശമായ സൃഷ്ടിയിലേക്ക് വരില്ല. ഭഗവാനുവാച, ഗീതയിലുമുണ്ട്, വിനാശവും വന്നു കാണൂ, സ്ഥാപനയും കാണൂ. സാക്ഷാത്കാരം കിട്ടിയില്ലേ? ഈ സാക്ഷാത്കാരം അന്തിമ സമയത്തും ഉണ്ടാകും. ഇന്നയാൾ ഇങ്ങനെയായി. പിന്നീട് ആ സമയത്ത് നിലവിളിക്കും. വളരെയധികം പശ്ചാത്തപിക്കും. ശിക്ഷയും ലഭിക്കും. ഭാഗ്യവും അറിയും. പക്ഷേ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇത് 21 ജന്മത്തേക്കുള്ള ലോട്ടറിയാണ്. സ്മൃതിയിൽ വരുന്നുണ്ടല്ലോ. സാക്ഷാത്കാരമുണ്ടാകാതെ ആർക്കും ശിക്ഷ ലഭിക്കില്ല. കോടതി ഉണ്ടായിരിക്കുമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക്
നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തന്നിൽ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് രൂപബസന്ത് ആകണം. ജ്ഞാനരത്നങ്ങളിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയുടെ ലോട്ടറി നേടണം. 2. ഈ വിനാശകാലത്ത് ബാബയോട് പ്രീതി വെച്ച് ഒരാളുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കണം. അന്തിമ സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്ന തരത്തിൽ ഭാഗ്യം നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. വരദാനം: സദാ സ്നേഹിയായി മാറി പറക്കുന്ന കലയുടെ വരദാനം പ്രാപ്തമാക്കുന്ന നിശ്ചിത വിജയികളും നിശ്ചിന്തരുമായി ഭവിക്കട്ടെ. സ്നേഹി കുട്ടികൾക്ക് ബാബ്ദാദയിൽ നിന്നും പറക്കുന്ന കലയുടെ വരദാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പറക്കുന്ന കലയിലൂടെ സെക്കൻഡിൽ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരുകയാണെങ്കിൽ ഏത് രൂപത്തിൽ വരുന്ന മായയ്ക്കും താങ്കളെ തൊടാൻ പോലും കഴിയില്ല. പരമാത്മാവിന്റെ കുടക്കീഴിനുള്ളിലേക്ക് മായയുടെ നിഴലിന് പോലും വരാനാവില്ല. സ്നേഹം പരിശ്രമത്തെ വിനോദമാക്കി പരിവർത്തനം ചെയ്യും. സ്നേഹം ഓരോ കർമ്മത്തിലും നിശ്ചിത വിജയി സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കും. സ്നേഹികളായ കുട്ടികൾ എല്ലാ സമയത്തും നിശ്ചിന്തരായി ഇരിക്കും. സ്ലോഗൻ: ഒന്നും പുതിയതല്ല, അതായത് നത്തിങ് ന്യൂ എന്ന സ്മൃതിയിലൂടെ സദാ ഇളകാത്ത അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ സന്തോഷ നൃത്തം ചെയ്തുകൊണ്ടിരിക്കാം. ഓം ശാന്തി.